ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല പൊരി വെയിലത്ത് ഒരു പാടത്തിൻ്റെ അത് ഞാനിങ്ങനെ വരികയാണ്. നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാം കേട്ടോ. അവിടെ പാടമുണ്ടോ? പാടത്തിൻ്റെ അവിടെ കുറേ കുറ്റികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. വീടുണ്ടോ? കുറ്റികൾ ഇരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? സമയം 2:30 എന്താണ് ടൈം കേട്ടോ. ഉണ്ടാ രണ്ട് സൈഡും പാടങ്ങൾ. ഉണ്ടാ അടിപൊളി സ്ഥലമല്ലേ ഇത്? അല്ല ഗൈസ്, അടിപൊളിയല്ലേ? അല്ല ഗൈസ്, അപ്പോൾ പറഞ്ഞു വന്നത് ഈ പെരേര കൂറ്റാണ്ടി കാരണം കൊണ്ട് രേണുസുതിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് തോന്നുന്നു. ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും, കൊല്ലസുധിയുടെ ഓർമ്മ ദിവസമായിട്ട് രേണുസുതി കുറച്ച് ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ചടങ്ങുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വന്ന മുതലാണ് അലിൻ ജോസ് പെരേര. അപ്പോൾ പെരേര വന്ന ഉടനെ അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ മൂപ്പര തുള്ളലായിട്ടാണ് വന്നിരുന്നത്. മൂപ്പര ഡാൻസ് ഉണ്ടല്ലോ, മൂപ്പര സ്പെഷ്യൽ ഐറ്റം ഡാൻസ്. അങ്ങനെ ഡാൻസായിട്ട് മൂപ്പര് ഇങ്ങനെ വരണു. ചോട്ടാ മുംബൈ റിലീസാണല്ലോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടാണ്. അപ്പോൾ അപ്പുറത്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പ്രതീക്ഷയൊക്കെ ഉണ്ടല്ലോ, മറ്റേ വളരെ നായകനായിട്ട് ഷോർട്ട് ഫിലിമിലും ആൽബത്തിലൊക്കെ ഉണ്ടല്ലോ, രേണുസുധിയുടെ നായകനായിട്ട് പ്രതീക്ഷ ഉണ്ട്. പിന്നെ ഏതൊക്കെ പെണ്ണുപിള്ളകളുണ്ട് അവിടെ, പെണ്ണുങ്ങളുണ്ട്, ആരൊക്കെ 5-6 പേരുണ്ട് അവിടെ. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇൻസ്റ്റഗ്രാം റീൽ, യൂട്യൂബ് ഷോർട്സൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഡാൻസ് കളിച്ച അലിൻ ജോസ് പെരേരയ്ക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട്, നന്ദിയുണ്ട് പന്നി എന്നുള്ള രീതിയിൽ നമ്മുടെ രേണുസുതി അവനെ വെൽക്കം ചെയ്യാണ് വീട്ടിലേക്ക്. ഇതാണ് സംഭവം. ഇതാണ് ആളുകളുടെ കുരു പൊട്ടിത്തറും. പല ആളുകളും ചേരി തിരിഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. ഒരു കൂട്ടം ആളുകൾ പറയുന്നത്, കൊല്ലം സുധിയുടെ ഓർമ്മ ദിനത്തിൽ ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു പെണ്ണ് ഇങ്ങനെ അലിൻ ജോസ് പെരേരയുടെ കൂടെ ഡാൻസ് കളിക്കുമോ? ഡാൻസ് കളിച്ചൊന്നാ വീഡിയോയിലില്ല കേട്ടോ. ഇങ്ങനെ നന്നായിട്ടുണ്ട്, ഒരു കൈ കൊണ്ട് ഇങ്ങനെ കൊട്ടുന്നുണ്ട്, അത്രയേ ഉള്ളൂ അല്ല, അങ്ങനെയാണ് കണ്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇതെന്താണ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ്? ഇതെന്താ കല്യാണ വീടാണോ? ഓർമ്മ ദിനമല്ലേ, സങ്കടപ്പെട്ട് ഇരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെക്ഷൻ. ഇപ്പുറത്തെ സെക്ഷൻ ആളുകൾ അത് ഓർമ്മ ദിവസം മാത്രമാണ്. അപ്പോൾ എന്താ പറയുക, അവർക്ക് ആത്മാർത്ഥതയും സ്നേഹമൊക്കെ ഉള്ളിലുണ്ട്, അതിങ്ങനെ പുറത്ത് കാണിച്ചുകൊണ്ട് കിടക്കണോ? ആക്ടിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. അതായത് മരണവീടുകളിലടക്കം ചുമ്മാ ആക്ടിങ്ങിന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കരഞ്ഞ് ബഹളം വെക്കുന്ന കാണലില്ലേ. രേണുസുതി അങ്ങനത്തെ ഒരു ഹിപ്പോക്രിറ്റ് അല്ല, ഒരു കള്ളത്തിയല്ല, കള്ളിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ 2 സെക്ഷൻ ആളുകൾ രേണുസുധീനെ കുറിച്ചിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? രേണുസുധീനെ കുറിച്ച് താറടിച്ച് കാണിക്കാൻ വേണ്ടി, രേണുസുധീനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 2 ടീമും പറയുന്നു. അതായത് അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയാണ്. കാരണം അവർക്ക് പലരും എൻ്റെ യൂട്യൂബ് വീഡിയോൻ്റെ താഴെയും കമൻറ്റ് വന്നിട്ടുള്ള പലരും കറുത്ത് കരുവളിച്ചില്ല. എന്താ ദൈവമേ, സെൽഫ് കെയർ ചെയ്യണേ. ഒരു ക്രീമൊക്കെ ഓർഡർ ചെയ്തിട്ടേ തേക്കണം. ഷാജിയുടെ ക്രീം ഇട്ട് കഴിച്ചില്ല, കറുത്ത പാടുണ്ടോ വെയിലുകൊണ്ടിട്ടേ. അപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ എന്താ പറഞ്ഞു, വല്ല തൊഴിലുറപ്പിനും പോയിക്കോടെ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എൻ്റെ യൂട്യൂബ് വീഡിയോൻ്റെ താഴെ വന്നിട്ട് ആ വീഡിയോ ഫുള്ള് കാണാണ്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. വല്ല തൊഴിലുറപ്പിനും പോയിക്കോടെ, കൂലിപ്പണിക്കും പോയിക്കോടെ, ഇങ്ങനെ ഓരോന്ന് പറയണത്. ഞാൻ എവിടെയും രേണുസുധീനെ കുറ്റപ്പെടുത്തിയോണ്ട് അങ്ങനെ രേണുസുധീനെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്തിയോണ്ട് സംസാരിച്ചില്ല. രേണുസുധീനെ അത്ര കുറ്റപ്പെടുത്തല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ രേണുസുധി എന്ന വ്യക്തി അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം വെച്ച്, ഉത്തരവാദിത്തം വെച്ച് പലതും ചെയ്യുന്നുണ്ട്. അതിന് മറ്റുള്ളവർക്ക് എന്തിനാ ക്രിമികടി എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇവർ കാര്യം അറിയാണ്ട് ചുമ്മാ ഇങ്ങനെ തള്ളി മറിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഓർമ്മ ദിനത്തിൽ അലിൻ ജോസ് പെരേര ഒന്ന് ഡാൻസ് കളിച്ചു, അത് സപ്പോർട്ട് ചെയ്തു രേണുസുധി എന്ന് പറഞ്ഞപ്പോഴും രേണുസുധി അങ്ങനെ ചെയ്തത് മോശമായോ സന്ദേശമായിരിക്കും നൽകുക എന്ന് പറയുമ്പോഴും ഞാൻ പറയേണ്ടത് വേറൊരു സാധ്യത ഉണ്ട്. ഒരു വളരെ ജെനുവിനായ ആളായിരിക്കും, അതായത് സങ്കടമൊക്കെ ഉണ്ടായിരിക്കും ഉള്ളിൽ. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതൊന്ന് സ്വയം പുറത്ത് വരാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. അലിൻ ജോസ് പെരേര അങ്ങനെ ഡാൻസ് കളിച്ചു എന്നുള്ളതുകൊണ്ട് അവനവിടെ തല്ലി ഓടിക്കാനൊന്നും പറ്റൂലല്ലോ. വീട്ടിൽ വരുന്ന അതിഥിയോട് ഒരു മര്യാദയ്ക്ക് പെരുമാറേണ്ടത്, അത് വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യാന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഫുള്ള് വീഡിയോ കാണുന്നതിന് മുമ്പ് ആൾക്കാർ വന്നിട്ട് തെറിവിളിയാണ്. എന്താ ചെയ്യുക? എന്തായാലും സംഗതി ഇപ്പോൾ എന്താ പറയുക, ഒന്നുമില്ല. ഞാൻ അപ്പോൾ വീട്ടിൽ പോട്ടെ കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ സ്ഥലം കണ്ടപ്പോൾ ചുമ്മാ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആളുകളുടെ ചീത്തവിളി
എൻ്റെ ആദ്യമായിട്ടോ ഒരു വീഡിയോന് ഇത്രയും കമൻറ്റ്സ് വരണത്. അത് മറ്റുള്ളവരെ ചാനലൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് കമൻറ്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ കുഞ്ഞ് ചാനലല്ലേ, നമ്മുടെ കുഞ്ഞ് ചാനലിൽ വന്ന് ഇത്രയും കമൻറ്റുകൾ വരും. ആൾക്കാർ പരസ്പരം ചീത്ത വിളിക്കട്, ഇന്നെ ചീത്ത വിളിക്കണം, പരസ്പരം ചീത്ത വിളിക്കണം, വീഡിയോ കാണാണ്ട് ചീത്ത വിളിക്കണം, വീഡിയോ കണ്ടിട്ട് ചീത്ത വിളിക്കണോ, അങ്ങനെ ജഗ പുകയുടെ. അതിൽ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തായിരുന്നു, 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾക്കാണ് രേണുസുതിയോട് വലിയ താല്പര്യം. കാരണം എന്താ വെച്ചാൽ വല്ലാണ്ട് താല്പര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ അയൽക്കൂട്ടം പഞ്ചായത്ത് പണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും. എന്നിട്ട് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാനൊന്നും പറ്റണില്ലല്ലോ എന്നുള്ള ഫ്രസ്ട്രേഷൻ രേണുസുധീനെ സപ്പോർട്ട് ചെയ്തിട്ട് കൈയടിച്ച് അവർ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ വന്നിട്ട് അവർ കച്ചറയായിരുന്നു. ഇത് ഓപ്പോസിറ്റ് പറയുന്നത് ഇതിരക്കാടാ തൊഴിലുറപ്പ് പണി, പഞ്ചായത്തും തൊഴിലുറപ്പ് പണി, നിനക്കാടാ തൊഴിലുറപ്പ് പണി, ഞാൻ ഗൾഫിൽ നിന്നാണ് അത് കാണുന്നു പറഞ്ഞിട്ട് ഒരു ചേച്ചി വന്നു പറഞ്ഞു. ഞാൻ എല്ലാവരും ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, നിങ്ങൾ ഈ ദയവ് ഇത് കച്ചറ ഉണ്ടാക്കരുത്, പിരിഞ്ഞു പോടോ. പിരിഞ്ഞു പോകണം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ പോകണതല്ല കേട്ടോ, യൂട്യൂബ് ചാനലൊക്കെ ഇടയ്ക്ക് കാണുക. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെന്തിനാണ് ഈ വിഷയത്തെ വീണ്ടും എടുക്കണമെന്ന് പറയുമ്പോഴേ വേറെ ഏത് വിഷയം എടുത്തിട്ട് എങ്ങനെ വ്യൂസ് കയറണത്? ഞാൻ ഒരാളെ മനഃപൂർവ്വം കരിവരുതൊക്കെ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല, അതാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരുടെ പേര് പറയില്ല, അവരെ വീഡിയോസൊക്കെ പോയി നോക്കി എന്മാതിരി സംഭവങ്ങൾ ഒരു കൾച്ചർ കള്ളത്തരം പറഞ്ഞു, അത് അങ്ങനെ ചെയ്തു മറ്റു ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വീഡിയോസാണ് പച്ചയ്ക്ക് തെറി വിളിക്കുന്നുണ്ട് ഇവരെ പലരെയും, ഷാഹിദ ഷാജീനെയും രേണുസുധീനൊക്കെ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. ഓക്കെ, നമ്മൾ ഒരു മിനിമം റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെയാണ്. അതുപോലും മഞ്ജുമാരിക്ക് പിടിക്കൂല, എന്താ ചെയ്യാം? അപ്പോൾ അതൊക്കെയുള്ളൂ ഗൈസ്. അപ്പം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാര്യം അറിഞ്ഞിട്ട് ചെയ്യുക, ചുമ്മാ ഒന്ന് തള്ളി മറിക്കാണ്ടേ. പിന്നെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ തൊഴിലുറപ്പിന് പോയിക്കോന്നൊക്കെ പോലെ എനിക്ക് വേറെ പണിയുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു താല്പര്യത്തിന് പുറത്ത് ചെയ്യണത്, അത് ശരി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, അത്രേ ഉള്ളൂ, പറ്റണ പോലെ സംസാരിക്കും. അപ്പോൾ നമ്മൾ സംസാരിക്കണത് കുറേ ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരിക്കും, എല്ലാം കറക്റ്റ് ആകുന്നില്ല. പിന്നെ ഒരാൾ എന്ത് കറക്റ്റ് പറഞ്ഞ സാധനം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് വേറെ ആൾക്ക് ചിലപ്പോൾ തെറ്റായിരിക്കാം, നിങ്ങൾക്ക് തെറ്റെന്ന് തോന്നുന്നത് വേറെ ആൾക്ക് ശരിയായിരിക്കാം, അല്ലേ? അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. പിന്നെ എന്താ അതിൽ പറഞ്ഞു വന്നത്, വേറെ ഒരു പോയിൻ്റ് കൂടി ഞാൻ പറയണം വിചാരിച്ചു. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് വൃത്തിയായിട്ട് ഹെൽമെറ്റ് പോകാം, വൃത്തിയായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല, എന്താ കാണിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു ഇൻട്രോവേർട്ടാണ് ഗൈസ്, എനിക്കിങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ പലരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ പല്ല് ഇതാണ് കറുത്തിട്ടാണ്, അങ്ങനെ പല്ല് വിടവാണ്, പല്ല് വെട്ടിക്കോടെ കറുത്തിട്ടാണ്, മുഖം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെയിൽ കൊള്ളുന്ന പല ആവശ്യങ്ങൾക്ക് പുറത്ത് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകൾ, ഒരുപാട് കാശൊന്നുമില്ലാത്ത സാധാരണ വച്ചന്മാരുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. എന്നിട്ട് നമ്മളെ ബോഡി ഷെയിം ചെയ്യണ്, എന്നിട്ട് ഈ നാറികളാണ് എന്നിട്ട് എന്ത് പറയണത്, രേണുസുധീനെ കുറ്റം പറയാൻ പാടില്ല പറയണത്. അപ്പം നമ്മളെന്ത് വേണമെങ്കിൽ പറയാമല്ലേ, എന്താണ് പറയുമ്പോൾ എൻ്റെ ഏത് വീഡിയോയിലാണ് ഞാൻ കാര്യമായിട്ട് അപമാനിച്ചിട്ടുള്ളത്? അപമാനിച്ചിട്ടില്ല രേണുസുധീനെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഷാജി താത്താനെ അടക്കം ഞാൻ അങ്ങനെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്തിയില്ല. അവർ 5 കുട്ടികളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചുള്ളൂ. പക്ഷേ അവർ കാണിക്കണ വേറെ കുറേ കാര്യങ്ങളുണ്ട്, കുട്ടികളുടെ മുന്നിൽ തെറി പറയുക എന്നുള്ള കുറേ സംഗതി. എന്തായാലും രേണുസുധി എന്തൊക്കെ പറഞ്ഞാലും മുത്താണ്. അവർ ബിഗ് ബോസിൽ വരണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഓരോ വിവാദങ്ങളിൽ ഇതൊക്കെ വരുന്നുണ്ടായിരിക്കും, ഓരോരുത്തർ ഇനിയും കുറേ ആൾക്കാർ വരുന്നുണ്ടായിരിക്കും അല്ലേ. 1-ാം ഭർത്താവ്, 2-ാം ഭർത്താവ്, 2-ാം കുട്ടി, 3-ാം കുട്ടി, അങ്ങനെയൊക്കെ വരുമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ പറഞ്ഞിട്ട് പലരും വരുന്നുണ്ടായിരിക്കും. വരട്ടെ. എന്തായാലും ബിഗ് ബോസിൻ്റെ ഒരു ചൂട് ആൾക്കാർക്ക് പിടിച്ചു തുടങ്ങി. രേണുസുധി എന്തായാലും ഉണ്ടാവും തോന്നുന്നു. ഷാഹിദ ഷാജി വന്നാൽ മതിയായിരുന്നു അല്ലേ. പിന്നെ ആരൊക്കെ ഉണ്ടാവുക? നമ്മുടെ പ്രശ്നേഷ്, മിസ്റ്റർ രോഹിത്, ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസിലെ രോഹിത്ത് ഒക്കെ വരട്ടെ, എല്ലാവരും വരട്ടെ. ഷഫീന ബേബി താത്ത വരട്ടെ, അലിൻ ജോസ് പെരേര വരട്ടെ, ആറാട്ടെണ്ണം വരട്ടെ, പിന്നെ ആരൊക്കെ, ഇങ്ങനെ കുറേ ആൾക്കാർ വരട്ടെ, എല്ലാവരും വരട്ടെ. ബിഗ് ബോസ് നിറയട്ടെ, അട്ടിപ്പിട്ടി കച്ചറയാവട്ടെ. ഇതൊക്കെ തന്നെയാണ് ആളുകൾക്ക് കാണാനും കേൾക്കാനും ആഗ്രഹം. എന്നിട്ട് ഒരുമാതിരി ഒലക്കേമല വർത്താനം പറയും, അയ്യോ ഞങ്ങൾക്കിതൊന്നും താല്പര്യമില്ല, ഞങ്ങൾ വെറുത്തുപോയി എന്നൊക്കെ. വെറുത്തു പോയിട്ടാണെങ്കിൽ നിങ്ങൾ പിന്നെ വീഡിയോസ് കണ്ട കാര്യമുണ്ടാവും. ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ കാര്യമല്ല പറഞ്ഞു, പൊതുവേ കുറേ വീഡിയോസുകൾ പോയി കാണുന്നുണ്ടല്ലോ, എന്നിട്ട് വർത്താനം പറയും അല്ലേ. അപ്പോൾ അത് എന്ത് സംഭവം, എന്തായാലും വളരെ ജെന്യൂനായിട്ടുള്ള കുറച്ച് വ്യൂവേഴ്സ് നമുക്കുണ്ട് കേട്ടോ, എനിക്കൊന്ന് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ദയവേത് ചേച്ചിമാരെ, ഏട്ടന്മാരെ, നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ രേണുസുധീരെ ഇൻസൾട്ട് ചെയ്തിട്ടോ ഷാഹിദ ഷാജിയെ ഇൻസൾട്ട് ചെയ്തിട്ടോ അങ്ങനെ ആളുകളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാനലല്ല ഇത്. നമ്മുടെ മുന്നിൽ ട്രെൻഡിങ് ആയ അല്ലെങ്കിൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നു. ബാക്കി വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ സമയം കിട്ടുന്നതിനനുസരിച്ച് പറ്റുന്ന പോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ അപ്പുറത്തൊരു മാനസികാവസ്ഥയൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സാഹചര്യമൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം.
ഇപ്പോൾ എന്താണ് വേറെ എന്തൊക്കെ വിഷയമുണ്ട് ഇവിടെ സംസാരിക്കാന്നൊക്കെ വേറെ വിഷയങ്ങളൊക്കെ ആൾക്കാർ കാണുന്നുണ്ടോ? പിന്നെ വേറെ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഇവിടെ തുടങ്ങുമ്പോഴേക്കും ഇപ്പുറത്ത് വേറെ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധ അയക്ക് പോവും. സമയം കിട്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ ഒരു പരിപാടിക്ക് ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരും. പിന്നെ ഞാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി ശംഖുവിൻ്റെ ബിർണാണി, ശംഖു ബിരിയാണി വേണം പറയല്ലേ, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കാണുമോ? നോക്കട്ടെ, ഒരു 5000 വ്യൂസ് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഈ രേണുസുധീരെ ഈ വീഡിയോന് കിട്ടുന്ന ഇത്രയും റീച്ച് കിട്ടുമോ അതിന്? അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. വേറെ ഇപ്പോൾ എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ലോകം നന്നാക്കുന്ന രീതിയിൽ എല്ലാവരും പരസ്പര സ്നേഹത്തോടു കൂടി ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള കരുണയും പരസ്പര ബഹുമാനവും ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യട്ടെ. എത്ര വ്യൂസ് കിട്ടുന്നുണ്ടോ നോക്കാം. വ്യൂസിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഇതൊന്നും താല്പര്യമില്ല കുട്ടികളെ. ഇത് വലിയ താല്പര്യമില്ല ആളുകൾക്ക്. ആൾക്കാർക്ക് വേണ്ടി ഗോസിപ്പുകൾ, പരസ്പരം ചെളിവ് വരുത്തി വയ്ക്കണത്, പെണ്ണുങ്ങൾ പരസ്പരം തെറി വിളിക്കണത്, തല്ലി ഇടിച്ചു, പരസ്ത്രീ ബന്ധം ഉണ്ടായി, എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പുകൾ അല്ലേ, അതേപോലെ തന്നെ അവനെ തേച്ചു ഇവളെ തേച്ചു, അവനും തമ്മിൽ ലവാണെന്ന് ഡൗട്ടുണ്ട്, ഇങ്ങനെയുള്ള കഥകളാണ് കേൾക്കാൻ താല്പര്യം. അപ്പോൾ നമുക്കിത് താല്പര്യം ഉണ്ടോ ഇല്ലേ എന്നല്ല, അത് കേൾക്കാൻ താല്പര്യം ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചോളം ഇത് വലിയ വലിയ വാർത്തകളാണ്, വലിയ വലിയ വിഷയങ്ങളാണ്. മനസ്സിലാവുണ്ടോ? നിങ്ങൾ യൂട്യൂബ് ചാനലുകളിൽ ഇങ്ങനെ റിയാക്ഷൻ ചാനലുകളായിട്ട് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളിലെ അവർ ആ വീഡിയോസിൻ്റെ തമ്പനയിൽ നോക്കി നോക്കി. നിങ്ങൾ അതുലിൻ്റെ ഒക്കെ തമ്പനയിൽ നോക്കി നോക്കി. അവൻ എന്തൊക്കെ കാണിച്ചു തരുന്നത്? കൊല്ലം സുധീനെ തീർത്തതാരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ തമ്പനയിൽ കൊടുത്തിരുന്നത്. എന്താ അതിനെതിരെ നിങ്ങൾക്കൊന്നും സംസാരിക്കല്ലേ? പലരും പറഞ്ഞു എന്താണ് ഈ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യുകയാണ്. അതായത് പല ടൈമിൽ നടന്ന കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് അവർ തമ്പനയിലിടുന്ന, ക്യാപ്ഷൻ ഇടുന്ന, സംസാരിച്ചു തുടങ്ങുന്നതും. അത് റിയൽ ഇൻസിഡൻറ്റ് അങ്ങനെ ആവില്ല. അപ്പോൾ ഇതിലൊന്നും ആൾക്കാർക്കൊന്നും പറയാനില്ല. എന്താണ് നന്നായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജെന്യുവനായ തിരുത്തലുകൾ ഞാൻ തീർച്ചയായും കേൾക്കുന്നതായിരിക്കും. ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എനിക്കങ്ങനെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ വലിയ ക്യാമറ നോക്കി സംസാരിച്ച് വലിയ ഇതൊന്നുമില്ല, വളരെ അൺകംഫർട്ടബിളാണ്. പിന്നെ നമ്മൾ ബെറ്ററായി മെച്ചപ്പെട്ട് വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, തെറി വിളിക്കരുത്, ദയവ് തെറി വിളിക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ എന്താ പറയുള്ളത്. അപ്പോൾ ശരി കേട്ടോ.